ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ PCOD അതുപോലെ PCOS ഹോർമോൺ ഇംബാലൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു മാക്സിമം ഒരു 1 hour ചെയ്യാൻ പറ്റിയിട്ടുള്ള വർക്കൗട്ടാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക, എങ്കിലും മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം ജസ്റ്റ് 1-2 ദിവസങ്ങളിൽ ജസ്റ്റ് ഒരു 1/2 hour ചെയ്തുകൊണ്ടൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. എന്തായാലും ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല രീതിയിൽ വർക്കൗട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡയറ്റും കൂടെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് വാംപ്പിലേക്ക് കിടക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ് മൂവ്മെന്റ്സ് ആണ്. 1 2 3 4. 1 2 3 4. Rotation 1 2 3 4. രണ്ട് കൈകൾ ഷോൾഡർ ലെവൽ അപ്പ് ചെയ്യുക. ശേഷം നന്നായിട്ട് രണ്ട് സൈഡ് ഇതുപോലെ മൂവ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. Twist ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി നമ്മുടെ രണ്ട് കൈകൾ ഇതുപോലെ ഇന്റർലോക്ക് ചെയ്യുക. കൈകൾ രണ്ടും ഹെഡിന്റെ മുകളിലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച ശേഷം നന്നായിട്ട് ഇതുപോലെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. അതുപോലെ ശ്രദ്ധിക്കുക, ബെൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ബാക്കിന് ഓവറായിട്ട് എന്താ പറയുക സ്ട്രെയിൻ കൊടുത്ത് ചെയ്യരുത്. ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് നമ്മൾ ഫോർവേഡ് ബെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അതായത് നമ്മുടെ ചെസ്റ്റ് ആണ് ഫസ്റ്റ് ഇങ്ങനെ വരുന്ന രീതിയിൽ. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നടുവിനാണ് കൂടുതൽ സ്ട്രെയിൻ വരിക. അങ്ങനെ ചെയ്യാണ്ട് ഫസ്റ്റ് നമ്മുടെ ബട്ടക്സ് ഫസ്റ്റ് പുറകിലോട്ട് തള്ളുക ഇതുപോലെ. ശേഷം നമ്മുടെ ഈ ഒരു സ്പേസ് ആണ് ഫസ്റ്റ് ഫ്രണ്ടിലോട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യാനും പറ്റും. നമ്മുടെ ബാക്കിന് അധികം സ്ട്രെയിൻ കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെ വേണം ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യാൻ. സ്റ്റാർട്ട് ചെയ്യാം. 2 3 4 5 6 7 8 9 10. ഓക്കെ, ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ കാൽ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. രണ്ട് കാല് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ശേഷം രണ്ട് സൈഡുകളിലോട്ടും രണ്ട് കൈകൾ രണ്ട് വശങ്ങളിലായിട്ട് അപ്പ് ചെയ്യുക. ശേഷം രണ്ട് സൈഡിലോട്ട് ഇതുപോലെ മൂവ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇനി നമ്മുടെ ബോഡി ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. രണ്ട് കൈകൾ ഇന്റർലോക്ക് ചെയ്യുക. നന്നായിട്ട് അപ്പ് ചെയ്യുക. കാലിന്റെ ഹീൽസ് അപ്പ് ചെയ്യുക. ഫുൾ ബോഡി മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. റിലീസ്. അഗൈൻ സ്ട്രെച്ച് ചെയ്യുക. റിലീസ്. തേർഡ് റൗണ്ട് സ്ട്രെച്ച് ചെയ്യുക. റിലീസ്. ഫോർത്ത് റൗണ്ട്. റിലീസ്. ലാസ്റ്റ് റൗണ്ട്. റിലീസ് ആൻഡ് റിലാക്സ്. റിലാക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, നമ്മുടെ കാലുകൾ ഇതുപോലെ ഓരോ സൈഡിലോട്ട് മൂവ് ചെയ്യാം. റൈറ്റ് ലെഗ് റൈറ്റ് സൈഡിലോട്ട്, ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലോട്ട്. സെയിം ടൈം നമ്മുടെ രണ്ട് കൈകൾ മുകളിലോട്ട് ഇതുപോലെ അപ്പ് ചെയ്യാം, റിലീസ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4
9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, റിലാക്സ് ചെയ്യാം. എല്ലാ വർക്കൗട്ട് ശേഷവും ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ജസ്റ്റ് റെസ്റ്റ് എടുക്കണം. അതിനുശേഷം മാത്രം നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് കിടക്കല്. പെട്ടെന്ന് ടയർഡായി പോകും. സെക്കൻഡ് വൺ, അഗൈൻ നമ്മുടെ രണ്ട് കാലുകൾ സെപ്പറേറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ കാലുകൾ ഇതുപോലെ പിറകിലോട്ട് ജസ്റ്റ് ഇതുപോലെ കിക്ക് ചെയ്യാം. ഓക്കെ, ഓരോരോ കാലുകളും പിറകിലോട്ട് മൂവ് ചെയ്യാം. കൈകളുടെ മൂവ്മെന്റ്സ്, രണ്ട് കൈയും ഹെഡിന്റെ മുകളിലായിട്ട് അപ്പ് ചെയ്യാം. ശേഷം കൈകൾ പിറകിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വൺ, രണ്ട് കാലുകൾ അഗെയിൻ സെപ്പറേറ്റ് ചെയ്യുക. നമ്മുടെ കാൽപാദങ്ങൾ രണ്ടും രണ്ട് സൈഡിലോട്ട് ഫേസ് ചെയ്യുക. രണ്ട് കൈകൾ ഇന്റർലോക്ക് ചെയ്യുക. നമ്മുടെ കൈകൾ രണ്ടും ഹെഡിന്റെ മുകളിലായിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം. ഇത് നന്നായിട്ട് ഡീപ്പ് സ്ക്വാട്സ് ചെയ്യുക. ആയിരിക്കും നമ്മുടെ രണ്ട് കൈകൾ താഴോട്ടേക്ക് മൂവ് ചെയ്യുക. വയറ് മാക്സിമം ടക്കിങ് ചെയ്യുക. നന്നായിട്ട് ഇരിക്കുക കേട്ടോ. സ്റ്റാർട്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, റിലാക്സ് ചെയ്യാം. ബെല്ല, നെക്സ്റ്റ് വൺ, നമ്മുടെ രണ്ട് കൈകൾ ഹെഡിന്റെ പിറകിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് കൈ മുട്ടുകൊണ്ട് ഓപ്പോസിറ്റ് കാൽമുട്ട് ടച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഓക്കെ, റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നമ്മുടെ മാറ്റിന്റെ അറ്റത്ത് വന്നിരിക്കുക. ശേഷം നമ്മുടെ കാലുകൾ ഓരോന്നായിട്ട് ഈ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. നമ്മുടെ കാല് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക കേട്ടോ. കാലുമുട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്ത ശേഷം രണ്ട് തവണ അതുപോലെ രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യാം. കൈകളുടെ മൂവ്മെന്റ്സ്, രണ്ട് കൈയും ചെസ്റ്റ് ലെവലിൽ നിവർത്തി വയ്ക്കാം. ഇത് സെപ്പറേറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇതിൽ സെപ്പറേറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Okay.
റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വയ്ക്കാം, ലെഫ്റ്റ് ലെഗ് പിറകിൽ വയ്ക്കാം. പിറകത്തെ കാലിന്റെ ഹീൽസ് അപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ. വയറ് മാക്സിമം ടക്കിങ് ചെയ്യാം. ഇനി നമ്മുടെ രണ്ട് കൈകൾ ഇതുപോലെ മുകളിലോട്ട് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് കാൽമുട്ടുകൾ ബെൻഡ് ചെയ്യുക, എഗെയിൻ സ്ട്രെയിറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മുടെ ബോഡി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ലൈൻ ചെയ്യണ്ട. ഓക്കെ, ജസ്റ്റ് കാൽമുട്ട് മാത്രം ഫ്രണ്ടിലോട്ട് മീൻസ് ബെൻഡ് ചെയ്യുക. ബോഡി അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇനി സെയിം ഓപ്പോസിറ്റ് സൈഡ്. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വയ്ക്കുക, റൈറ്റ് ലെഗ് പുറകിൽ വയ്ക്കുക. സെയിം മൂവ്മെന്റ്സ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വൺ, രണ്ട് കാലുകൾ അല്പം സെപ്പറേറ്റ് ചെയ്യുക. നമ്മുടെ രണ്ട് കൈകൾ ഇതുപോലെ ക്രോസ് ചെയ്ത് വെക്കുക, നമ്മുടെ ചെസ്റ്റിന്റെ ലെവലിലായിട്ട്. ഇനി സ്ക്വാട്സിലിരിക്കുക, എഴുന്നേൽക്കുക. വയറ് മാക്സിമം ടച്ചിങ് ചെയ്യുക. സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ, റിലാക്സ് ചെയ്യാം. നെക്സ്റ്റ് വൺ, നമ്മുടെ രണ്ട് കാലുകൾ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് കൈകൾ ഷോൾഡർ ലെവൽ അപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ ഓപ്പോസിറ്റ് കൈ കൊണ്ട് ഓപ്പോസിറ്റ് കാലിന്റെ ടോസ് ടച്ച് ചെയ്യാം. കാൽമുട്ട് രണ്ടും ബെൻഡ് ചെയ്യാണ്ട് മാക്സിമം സ്ട്രേറ്റ് ആയിട്ട് വെച്ച് തന്നെ രണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ, റിലാക്സ് ചെയ്യാം. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്പ് ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ എൽബോയും റൈറ്റ് ലെഗിന്റെ നീയും തമ്മിൽ ടച്ച് ചെയ്ത പോലെ. 1 2 3 4 5 6 7 8 9 10 9 8 7 6 and 5. ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡ്. 1 2 3 4 5 6 7 8 9 10 9 8 7 6 and 5. ഓക്കെ, റിലാക്സ് ചെയ്യാം.
നെക്സ്റ്റ് വൺ നമ്മുടെ മാറ്റിന്റെ അറ്റത്ത് വന്ന് നിൽക്കാം. ഓക്കെ, ഇനി ഓരോ തവണ ജമ്പ് ചെയ്യുക. ഓപ്പോസിറ്റ് കൈ കൊണ്ട്, ഓപ്പോസിറ്റ് കൈയുടെ എൽബോ കൊണ്ട് ഓപ്പോസിറ്റ് കാൽമുട്ട് ടച്ച് ചെയ്ത് നീ ടച്ച് ചെയ്യും. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ, ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, രണ്ട് കൈകൾ ഷോൾഡർ ലെവലിൽ നിവർത്തി വയ്ക്കാം. രണ്ട് കാലുകൾ അല്പം സെപ്പറേറ്റ് ചെയ്യുക. ശേഷം നമ്മുടെ കാലുകൾ ഓരോന്നായിട്ട് അപ്പ് ചെയ്യുക, ടോ ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ലൈക്ക് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് കിടന്നിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. മീൻസ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് നമ്മുടെ രണ്ട് കാൽമുട്ടുകൾ ഇതുപോലെ മടക്കാം. എന്നിട്ട് നമ്മുടെ കാലിന്റെ ഹീൽസിലിരിക്കാം. ഇതാണ് വജ്രാസനം. ഓക്കെ, നമ്മൾ എപ്പോഴും കിടക്കുമ്പോൾ, അതായത് നമ്മൾ ലൈ ഡൗൺ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മുടെ കാലുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കൈമുട്ട്, അതായത് രണ്ട് കൈമുട്ടുകൾ ഫസ്റ്റ് കുത്തിയിട്ട് വേണം ലൈ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യാതെ, ഓക്കെ, നമ്മുടെ കൈമുട്ടുകൾ ഓരോന്നായിട്ട് തറയിലോട്ട് ടച്ച് ചെയ്തിട്ട് ലൈ ഡൗൺ ചെയ്യുക. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യുക, രണ്ട് കൈകളും സെപ്പറേറ്റ് ചെയ്യുക. അല്പനേരം ശവാസനത്തിൽ വിശ്രമിക്കാം. റെസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൈപ്പത്തി, നമ്മുടെ പാം നമ്മുടെ റൂഫിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക കേട്ടോ. കം ടു സ്ഥിതി. ലെഗ്സ് ടുഗദർ, ഹാൻഡ്സ് ടുഗദർ. രണ്ട് കൈയും രണ്ട് കാലും അടുപ്പിച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് ലെഗ് റൈസ് ആണ്. ഓക്കെ, അതിനായി നമ്മുടെ രണ്ട് കൈകൾ തറയിൽ മാക്സിമം ടച്ച് ചെയ്യുക. ശേഷം നമ്മുടെ കാലുകൾ ഓരോന്നായിട്ട് ഇതുപോലെ മുകളിലോട്ട് 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യുക, റിലീസ് ചെയ്യാം. ഇനി ഇങ്ങനെ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് രണ്ട് കാലുമുക്കൾ ചെറുതായിട്ട് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഓരോ കാലുകളായിട്ട് അപ്പ് ചെയ്യാം. അതിനുശേഷം പയ്യെ പയ്യെ ഫുള്ളായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് അപ്പ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഒരു പൊസിഷൻ തന്നെ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കുറച്ച് എന്താ പറയാ, ബാക്ക് പെയിനും അതുപോലെ കാൽമുട്ട് ഇഷ്യൂസും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ മാത്രം ഈ ഒരു രീതിയിൽ തന്നെ അപ്പ് ചെയ്യാം. അല്ലാത്തവര് മാക്സിമം ഇതുപോലെ തന്നെ അപ്പ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, കം ടു സ്ഥിതി. ലെഗ്സ് ടുഗദർ, ഹാൻഡ്സ് ടുഗദർ. രണ്ട് കൈയും രണ്ട് കാലും മടക്കിച്ചു കൊണ്ടുവരാം. ഇനി നമ്മുടെ രണ്ട് കാൽമുട്ടുകൾ മടക്കി ബട്ടക്സിനടുത്തേക്ക് വെക്കാം. ഓക്കെ, രണ്ട് കാൽമുട്ടുകൾ ബെൻഡ് ചെയ്യാം. നമ്മുടെ കാൽപാദങ്ങൾ രണ്ടും ബട്ടക്സിനടുത്തേക്ക് വെക്കാം. ഇനി നമ്മുടെ രണ്ട് കൈകൾ ഇന്റർലോക്ക് ചെയ്യാം. നമ്മുടെ തലയുടെ മുകളിലായിട്ട്
ഫ്ലോറിലോട്ട് ഉയർത്തി വയ്ക്കാം. രണ്ട് കൈകൾ തറയിൽ ടച്ച് ചെയ്യണേ. ഓക്കെ, ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ ബട്ടക്സ്, അബ്ഡോമൻ, ചെസ്റ്റ് ഇവ മൂന്നും ഇതുപോലെ അപ്പ് ചെയ്യാം. ഓക്കെ, സെയിം ടൈം നമ്മുടെ രണ്ട് കൈകൾ മൂവ് ചെയ്യുക, അതായത് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യാം ഇതുപോലെ. 1 2. ഓക്കെ, മനസ്സിലായല്ലോ? ഡെമോ ശ്രദ്ധിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുക. വയറ് മാക്സിമം ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് അപ്പ് ചെയ്യുക, then റിലീസ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ, പതിയെ രണ്ട് കൈകൾ റിലീസ് ചെയ്യുക. കാലുകൾ ഓരോന്നായിട്ട് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യുക, രണ്ട് കൈകളും സെപ്പറേറ്റ് ചെയ്യുക. റിലാക്സ് ചെയ്യുക അല്പനേരം. Come to steady. Legs together, hands together. രണ്ട് കൈയും രണ്ട് കാലും മടക്കിച്ചു കൊണ്ടുവരാം. Again നമ്മുടെ രണ്ട് കാൽമുട്ടുകളും മടക്കി ബട്ടക്സിനടുത്തേക്ക് വെക്കാം. ഓക്കെ, ഒന്നുകൂടെ നമ്മുടെ ബട്ടക്സ്, അബ്ഡോമൻ, ചെസ്റ്റ് ഇവ മൂന്നും ഇതുപോലെ അപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ കാലുകളെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. രണ്ട് കാൽമുട്ടുകളും രണ്ട് സൈഡിലോട്ട് സെപ്പറേറ്റ് ചെയ്യുക, then ജോയിൻ ചെയ്യുക. Again സെപ്പറേറ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഡെമോ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യുക. നന്നായിട്ട് നമ്മുടെ വയറ് മാക്സിമം ടച്ചിങ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 9 8 7 6 and 5. സാവധാനം റിലീസ് ചെയ്യാം. അല്പനേരം റിലാക്സ് ചെയ്യാം. Come to steady. Legs together, hands together. രണ്ട് കൈയും രണ്ട് കാലും മടപ്പിച്ചു കൊണ്ടുവരാം. ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ട് കാലുകൾ 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ കാലുകൾ ഒരുമിച്ച് കാൽമുട്ട് മടക്കുക, നിവർത്താം. Again സ്ട്രെയിറ്റ് ചെയ്യുക, ബെൻഡ് ചെയ്യുക ഇതുപോലെ. വയറ് മാക്സിമം ടച്ചിങ് ചെയ്യുക. രണ്ട് കൈകൾ തറയിൽ മാക്സിമം ടച്ച് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ, പതിയെ രണ്ട് കാലുകളും റിലീസ് ചെയ്യുക. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. രണ്ട് കൈയും രണ്ട് കാലും മടപ്പിച്ചു കൊണ്ടുവരാം. നെക്സ്റ്റ് വൺ. എഗെയിൻ നമ്മുടെ രണ്ട് കാലുകൾ 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ രണ്ട് കാൽമുട്ടുകളും മടക്കാം ഇതുപോലെ. നമ്മുടെ രണ്ട് കൈകൾ ചെസ്റ്റ് ലെവലിൽ നിവർത്തി വയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ കൈകള് ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇതുപോലെ പിറകിലോട്ട് സ്ട്രെയിറ്റ് ചെയ്ത് വയ്ക്കാം. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലോട്ടും സ്ട്രെയിറ്റ് ചെയ്യുക, അതായത് ഓപ്പോസിറ്റ് കൈയും ഓപ്പോസിറ്റ് കാലുമാണ്. ഓക്കെ, സെയിം അല്ല, റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ലെഗ്, ദെൻ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ലെഗ്. ഓക്കെ, ഓപ്പോസിറ്റ് ആണ്. വയറ് മാക്സിമം ടച്ചിങ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5
6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സീഡ. സാവധാനം കൈകൾ റിലീസ് ചെയ്യുക. രണ്ട് കാലുകളും 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യുക. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യുക. റിലാക്സ് ചെയ്യുക. Come to city. Legs together, hands together. രണ്ട് കൈയും രണ്ട് കാലും അടുപ്പിച്ച് കൊണ്ടുവരാം. ലാസ്റ്റ് വൺ ആണ്. ലാസ്റ്റ് വൺ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് സൈക്ലിംഗ് ആണ്. ഇനി നമ്മുടെ രണ്ട് കാലുകൾ ഒന്നുകൂടെ 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ രണ്ട് കാൽമുട്ടുകളും മടക്കാം. ഇനി സൈക്കിളിൽ ചവിടുന്ന പോലെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ ചെറിയ റൊട്ടേറ്റ് ചെയ്താൽ പോലെ നന്നായിട്ട് രണ്ട് കാലുകളും റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുക. വയറ് മാക്സിമം ഡക്കിങ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5. സാവധാനം രണ്ട് കാലുകൾ തറയിൽ കുത്താം. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം സെയിം ഓപ്പോസിറ്റ് സൈഡിലോട്ടും റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുക അല്പനേരം. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡ് ആണ്. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6 and 5. പതിയെ രണ്ട് കാലും 90 ഡിഗ്രിയിലേക്ക് അപ്പ് ചെയ്യുക. രണ്ട് കാലും റിലീസ് ചെയ്യുക. രണ്ട് കാലും സെപ്പറേറ്റ് ചെയ്യുക. രണ്ട് കൈകളും സെപ്പറേറ്റ് ചെയ്യുക. ശവാസനത്തിൽ വിശ്രമിക്കാം. ഇനി ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ആണ്. കാം ആയിട്ടുള്ള എന്താ പറയാ സ്പേസിൽ നിന്ന് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ. അതായത് നല്ല സൗണ്ട് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ചെയ്യുന്നെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. മാക്സിമം നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസിൽ നിന്നിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാം. ഞാൻ പറയുന്നതിൽ മാത്രം ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ച് പ്രാക്ടീസ് ചെയ്യാം. ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ അനുവദിക്കാം. തല തൊട്ട് കാൽപാദം വരെയുള്ള എല്ലാ പേശികളെയും ശരീരത്തിലെ എല്ലാ ഭാഗത്തെയും പൂർണ്ണമായും അഴിച്ചു വിടാം. അല്പനേരം നോർമൽ ബ്രീത്തിങ്ങിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ദീർഘമായി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കാം.
പതിയെ നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ വയറിന്റെ മുകളിലായിട്ട് വയ്ക്കാം. കൈകളുടെ വിരലുകളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കൈകളും വയറിൽ മുഴുവനായിട്ട് വയ്ക്കാം. ഇനി ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വയറിനെ മാക്സിമം ബൾജ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ വയറുള്ളിലോട്ട് ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് കോൺട്രാക്ട് ചെയ്ത് വയ്ക്കാം. കൈകൾ കൊണ്ട് വയറിലോട്ട് ഫോഴ്സ് കൊടുക്കരുത്, നമ്മൾ തന്നെ ഉള്ളിലോട്ട് ഒരു ഫോഴ്സ് കൊടുത്താൽ മതി. അതുപോലെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മൂക്കിലൂടെ മാത്രം, ശ്വാസം എടുക്കുന്നതും വിടുന്നതും മൂക്കിലൂടെ മാത്രം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, exhale, inhale, exhale, inhale, exhale, സാവധാനം പതിയെ രണ്ട് കൈകളും റിലീസ് ചെയ്യാം. അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആകാര ചൊല്ലാം. അതായത് നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. മൂക്കിലൂടെ ബ്രീത്ത് എടുത്തിട്ട് ശ്വാസം, അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് വായിലൂടെയാണ് കേട്ടോ. അതായത് ആദ്യം ചൊല്ലിക്കൊണ്ട് വായിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇൻഹേൽ, എക്സേൽ, ആ, മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ആന്ന് ചൊല്ലിക്കൊണ്ട് ശ്വാസം വായിലൂടെ പുറത്തേക്ക് വിടാം. ഇൻഹേൽ, ആ, inhale, inhale, last round. Inhale, സാവധാനം നിർത്താം. ശേഷം നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ടൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ആസ്വദിക്കാം. ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാം. നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ടുണ്ടായിട്ടുള്ള മാറ്റത്തെ ഒന്ന് നിരീക്ഷിക്കാം. തല തൊട്ട്
കാൽപാദം വരെയുള്ള എല്ലാ പേശികൾക്കും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ടായിട്ടുള്ള മാറ്റത്തെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരാം. ഇനി പതിയെ രണ്ട് കൈകളും രണ്ട് കാലുകളും അടുപ്പിച്ചു കൊണ്ടുവരാം. കം ടു സ്ഥിതി. ലെഗ്സ് ടുഗെദർ, ഹാൻഡ്സ് ടുഗെദർ. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും കണ്ണുകൾ അടച്ച് ഞാൻ പറയുന്ന രീതിയിൽ എഴുന്നേറ്റിരിക്കാം. ഫസ്റ്റ് നമ്മുടെ വലത് കൈ തലയുടെ മുകളിലായിട്ട് ഉയർത്തി വയ്ക്കാം. റൈറ്റ് ഹാൻഡ് ആണ്. ഇടത് കൈ നമ്മുടെ വയറിന് മുകളിലായിട്ടും വയ്ക്കാം. പതിയെ നമ്മുടെ ഇടത് കാൽ മുട്ട് മടക്കി വെച്ച് വലത് വശത്തോട്ട് ചെരിഞ്ഞു കിടക്കാം. ഇടത് കാല് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കാം. ഇനി നമ്മുടെ രണ്ട് കൈപ്പത്തികൾ തറയിൽ കുത്തിയിട്ട് പതിയെ എഴുന്നേറ്റിരിക്കുക. കണ്ണുകൾ അടച്ച് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എപ്പോഴും എഴുന്നേറ്റിരിക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്നിട്ട് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കാം. കണ്ണുകൾ അടച്ച് അല്പനേരം ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി നമ്മുടെ രണ്ട് ഉള്ളം കൈകളും നന്നായി കൂട്ടിയുരച്ച് ചൂടാക്കാം. നന്നായിട്ട് റബ്ബ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ രണ്ട് കൈകളും നമ്മുടെ ഫേസിലൊന്ന് വെച്ച് ആ ചൂടൊന്ന് ആസ്വദിക്കാം. ഒന്നുകൂടെ നന്നായിട്ട് രണ്ട് കൈകളും റബ്ബ് ചെയ്യാം. ഇത് നമ്മുടെ രണ്ട് കൺപോളകളുടെ മുകളിൽ വെച്ച് കൊടുത്ത് ആ ചൂടൊന്ന് ആസ്വദിക്കാം. ഇനി പതിയെ കണ്ണുകൾ തുറന്നുകൊണ്ട് രണ്ട് കൈകളിലേക്കും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സും ഡീൽ ചെയ്യുന്നത്. ഇതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയില്ല. നമ്മൾ ലാസ്റ്റത്തെ ഈ ഒരു മെഡിറ്റേഷനൊക്കെ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. ഒരു 1 hour സെക്ഷൻ ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു ടൈം ഒരു 10 മിനിറ്റ് നമ്മുടെ ഈ ഒരു ലാസ്റ്റത്തെ ഈ ഒരു മെഡിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ വർക്കൗട്ടുകളും ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വർക്കൗട്ടുകളും ഉണ്ട്. പിന്നെ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സൂര്യ നമസ്കാരം കൂടെ നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടില്ല, കാരണം അത് കുറച്ച് ടൈം എടുക്കും നമ്മൾ ചെയ്യുമ്പോഴേക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും വർക്കൗട്ട് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നല്ല റിസൾട്ട് ആയിരിക്കും. അതിന്റെ കൂടെ തന്നെ ഡയറ്റ് കൂടെ നന്നായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസുകളാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള വർക്കൗട്ടിന്റെ വീഡിയോസുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.